ഗൈസ്, ഞാനിന്ന് പറയാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ 4 അമ്പലങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ കോട്ടയം ജില്ലയിൽ 4 അമ്പലങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. 4 ജില്ലകളിൽ മൂന്നാമത്തെ ജില്ലയാണ് എറണാകുളം. പിറവത്താണ് ഈ 4 അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം എറണാകുളം ജില്ലയിലെ പ്രധാന 4 അമ്പല ദർശനം പിറവത്ത് നിന്നും ആരംഭിക്കുന്നു. രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പേരുപോലെ തന്നെ രാമനായി സമർപ്പിച്ചിരിക്കുന്ന മാമലശ്ശേരി ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. രാമായണ കഥകളുമായി ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് വച്ചാണ് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി പോകുവാനായി രാവണൻ്റെ മാതുലൻ മാരീചന് മോക്ഷം ലഭിച്ചത് അത്രേ. രാവണൻ്റെ നിർദ്ദേശപ്രകാരം സീതയെ മോഹിപ്പിച്ച് ലക്ഷ്മണ രേഖയ്ക്ക് പുറത്തു കൊണ്ടുവരുവാൻ അഴകേറിയ സ്വർണ്ണമാൻ രൂപത്തിൽ വന്ന മാരീചൻ്റെ കഥ നമുക്കറിയാം. സീതയുടെ ആവശ്യപ്രകാരം മാനിനെ പിടിക്കാൻ പോയ ശ്രീരാമനെ മാൻ ഏറെ ദൂരം ഓടിച്ചു അത്രേ. ആ സ്ഥലമാണ് മാനാടി എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. മാൻ മലച്ചു വീണ ഇടം. മാനിൻ്റെ പിന്നാലെ പോയ രാമൻ യഥാർത്ഥത്തിൽ ആ മാൻ ആരാണെന്നും അതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കിയതോടെ മാനിന് നേരെ അമ്പെയ്യുകയും അതിൽ മാൻ മലച്ച വീണ ഇടം മേമുറി എന്നും കീഴ്ഭാഗം വീണിടം കീഴ്മുറി എന്നും അറിയപ്പെടുന്നു. ഈ ഐതിഹ്യത്തെ സാധൂകരിക്കുന്ന 2 ഇടങ്ങളും മാമലശ്ശേരിക്ക് സമീപം കാണാം. ജോലി തടസ്സം മാറുവാൻ രാമന് ഗദാസമർപ്പണവും വിദേശയാത്ര തടസ്സം മാറുവാൻ ഹനുമാന് ഗദാസമർപ്പണവും നടത്തുന്ന രീതി ഇവിടെയുണ്ട്. ഇനി 4 അമ്പല ദർശനത്തിന് ബാക്കി ക്ഷേത്ര നട തുറക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സാധാരണ ദിവസങ്ങളിൽ നട തുറക്കുന്ന സമയം രാവിലെ 5:30 മുതൽ 10 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയുമാണ്. കർക്കിടക മാസത്തിൽ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 4 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് നട തുറക്കുന്ന സമയം. മാമലശ്ശേരി ക്ഷേത്രത്തിൽ എത്തുവാൻ എറണാകുളത്തു നിന്നും വരുന്നവർക്ക് തൃപ്പൂണിത്തറ, തിരുവാങ്കുളം, രാമമംഗലം വഴിയും തൃപ്പൂണിത്തറയിൽ നിന്നും വരുന്നവർക്ക് മുളുന്തുരുത്തി, പിറവം വഴിയും പെരുമ്പാവൂരിൽ നിന്നും വരുമ്പോൾ പട്ടിമൊറ്റം, ചൂണ്ടി, രാമമംഗലം വഴിയും കോതമംഗലത്തു നിന്നും വരുമ്പോൾ മൂവാറ്റുപുഴ, പാമ്പാക്കുട, അഞ്ചൽപ്പെട്ടി വഴിയും കോട്ടയത്ത് നിന്നും വരുന്നവർക്ക് ഏറ്റുമാനൂർ, കടുത്തുരുത്തി, പിറവം, മുളക്കുളം അങ്ങനെ മാമലശ്ശേരി ക്ഷേത്രത്തിൽ എത്താം. ഇനി 2ാമത്തെ ക്ഷേത്രമെന്ന് പറയുന്നത് മേമുറി ഭരതസ്വാമി ക്ഷേത്രമാണ്. എറണാകുളം 4 അമ്പല ദർശനത്തിലെ 2ാമത്തെ ക്ഷേത്രമാണ്. മാമലശ്ശേരി ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയുള്ള മേമുറി ഭരതസ്വാമി ക്ഷേത്രം. വനവാസത്തിന് പോയ ജ്യേഷ്ഠന്മാരായ രാമനെയും ലക്ഷ്മണനെയും അന്വേഷിച്ചെത്തിയ ഭരതനും ശത്രുഘ്നനുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. വരുന്ന വഴിയിൽ ഇവർ വലിയൊരു കാടിനുള്ളിൽ പെട്ടുപോവുകയും വഴിതെറ്റി എവിടെയൊക്കെ പോവുകയും ചെയ്തു. അങ്ങനെ പോയ ഭരതൻ യാത്രയിൽ വിശ്രമിച്ച സ്ഥലത്തെ ആളുകൾ അദ്ദേഹത്തെ രാജാവായി തങ്ങളുടെ നാട്ടിൽ വാഴിക്കുകയും ചെയ്തു അത്രേ. ഭരതപ്പിള്ളി എന്നാണ് ഈ നാടിൻ്റെ പേര്. ഇവിടത്തെ ക്ഷേത്രത്തിൽ ശിലാവിഗ്രഹത്തിൽ ഭരത പ്രതിഷ്ഠയുള്ളത് അതുകൊണ്ടാണ്. ക്ഷേത്ര നട തുറക്കുന്ന സമയം സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ 5:30 മുതൽ 9 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 7 മണി വരെയും നട തുറക്കും. കർക്കിടക മാസത്തിൽ പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയും നട തുറക്കും. വഴിപാടുകൾ: കർക്കിടക ഔഷധ സേവ, പാൽപായസം, കൂട്ടുപായസം, നെയ്വിളക്ക്, കദളിപ്പഴ നിവേദ്യം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. ഇനി 3ാമത്തെ ക്ഷേത്രമെന്ന് പറയുന്നത് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം.
ലക്ഷ്മണനായി സമർപ്പിച്ചിരിക്കുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ഇടം. ഭരതക്ഷേത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രമുള്ളത്. നേരിട്ടുള്ള പ്രതിഷ്ഠയല്ല ഇവിടെ നടത്തിയിട്ടുള്ളത്. പകരം ചാലക്കുടി പുഴയ്ക്ക് സമീപമുള്ള ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും ലക്ഷ്മണസ്വാമി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീബലി ബിംബത്തിൽ എഴുന്നള്ളി പ്രതിഷ്ഠിതമായ സ്ഥലമാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് ഈ ഉദ്ദേശിച്ച ക്ഷേത്രം. കരിമലക്കാട്ട് മൂസത്ത് എന്ന പ്രദേശത്തെ കടുത്ത ലക്ഷ്മണ ഉപാസകൻ്റെ ഭവനത്തിലാണ് ലക്ഷ്മണൻ ശിവേരി ബിംബത്തിൽ വന്നതെന്നും ആ സ്ഥലത്തെ പിന്നീട് ഇന്ന് കാണുന്ന രൂപത്തിൽ ക്ഷേത്രം നിർമ്മിക്കുകയും ആയിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. പടിഞ്ഞാറ് ദർശനമായുള്ള ചതുര ശ്രീകോവിലിൽ ലക്ഷ്മണൻ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ നാലമ്പലത്തിലെ അവസാനത്തെ ക്ഷേത്രമാണ് നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. എറണാകുളം നാലമ്പല സർക്യൂട്ടിലെ അവസാന ക്ഷേത്രമാണ് ഇത്. മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 7.5 കിലോമീറ്റർ ദൂരെയാണ് ശത്രുഘ്ന ക്ഷേത്രമുള്ളത്. നേരത്തെ വനവാസകാലത്ത് സഹോദരരെ അന്വേഷിച്ചു വന്ന ഭരതനും ശത്രുഘ്നനും വഴിതെറ്റിയ ഐതിഹ്യത്തിൻ്റെ ബാക്കിയാണ് ശത്രുഘ്നസ്വാമി ക്ഷേത്രം. വഴിതെറ്റിപ്പോയ ശത്രുഘ്നൻ എത്തിച്ചേർന്ന പ്രദേശത്തുള്ളവർ നെടും കേട്ടു തേവർ എന്ന് വിളിച്ച് ആദരിച്ചു അത്രേ. ഇത് പിന്നീട് നെടുങ്ങാട്ട് തേവരായി മാറിയെന്നും വിശ്വസിക്കപ്പെടുന്നു. കാലങ്ങളോളം ഈ ക്ഷേത്രം വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. ശിലാവിഗ്രഹത്തിലാണ് ഇവിടെ ശത്രുഘ്ന പ്രതിഷ്ഠയുള്ളത്. ക്ഷേത്ര സമയം കർക്കിടക മാസത്തിൽ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8 മണി വരെയും നട തുറന്നിരിക്കും. എല്ലാ തിരുവോണ നാളുകളിലും പ്രസാദമൂട്ടും ഉണ്ടായിരിക്കും. ശ്രീചക്ര സമർപ്പണം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ശത്രുഘ്ന ക്ഷേത്രത്തിൽ നിന്നും മാമലശ്ശേരി ശ്രീരാമക്ഷേത്രത്തിൽ വീണ്ടുമെത്തി രാമദർശനം നടത്തിയാൽ മാത്രമേ നാലമ്പല ദർശനം പൂർത്തിയാകൂ എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. അടുത്ത വീഡിയോയിൽ മലപ്പുറം ജില്ലയിലേക്കാണ് പോകുന്നത്. മലപ്പുറം ജില്ലയിലെ രാമപുരം ശ്രീരാമക്ഷേത്രമാണ്. നന്ദി, നമസ്കാരം.